രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ രാധ രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാധയുടെ പ്രണയം 134ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കേൾക്കണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നിങ്ങൾക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിയാകുമ്പോഴാണ് രാധയുടെ പ്രണയം. ബുധനാഴ്ച 12 മണിക്ക് മരണത്തെ കീറി മുറിച്ചു പരിശോധിക്കുന്ന, മരണഭയം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരേ ഒരു പുസ്തകമേ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുള്ളൂ, കഠോപനിഷത്ത്. ആ കഠോപനിഷത്തിൻ്റെ ക്ലാസ്സാണ് നമുക്ക് ബുധനാഴ്ച ഉള്ളത്. വ്യാഴാഴ്ച ദിവസം നമുക്ക് അഷ്ടപതിയുടെ ക്ലാസ്സാണ്, പരമപുണ്യം. അഷ്ടപതിയുടെ ക്ലാസ് കേൾക്കുക, അർത്ഥം മനസ്സിലാക്കി വീട്ടിൽ ജപിക്കുക. എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾക്ക് മോക്ഷം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ധമ്മപദം, ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്നുള്ളവർക്ക് ഇവിടെ വരാം. ഞാൻ കൊല്ലത്താണ് എന്ന് മാത്രവുമല്ല, ഇവിടെ എല്ലാ താമസ സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. പുരുഷന്മാരും സ്ത്രീകളും കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം അവിടെ നിന്നൊക്കെ എൻ്റെ അടുത്ത് വന്ന് പഠിക്കാറുണ്ട്. പിന്നെ നമുക്ക് ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999 വിളിച്ചാൽ മതി. പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് അഷ്ടാവക്ര ഗീത കിട്ടും, നിശ്ചയമായും നിങ്ങൾ കേൾക്കണം. അതേ കണക്ക് പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ് ഉണ്ട്, അതും നിങ്ങൾ കേൾക്കണം. നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെ കുറിച്ചുണ്ട്, അതും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ദയവ് ചെയ്ത് കേൾക്കണം. പിന്നെ ജനറൽ എന്ന ഐറ്റം, അങ്ങനെ അതിനകത്തുള്ളതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, കേൾക്കണം. നമുക്കിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമ. ഓം ശ്രീ രാധാകൃഷ്ണായ നമ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്.
എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. അപ്പം രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം. രാധയുടെ പ്രണയം 134-ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ രാധാ കുണ്ഠിനെ കുറിച്ചാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ രാധാ കവചം അത് 2 ഉണ്ട്. അത് രണ്ടും നിങ്ങൾ ചൊല്ലണം. രാധാ കവചം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ അതിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുള്ള വീഡിയോ ഉണ്ട്. അതുകൂടാതെ നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. അത് മാത്രവുമല്ല, രാധാ സഹസ്രനാമം നമ്മുടെ കൃഷ്ണപ്രിയ ചൊല്ലിയിട്ടിട്ടുണ്ട്. ഇനി രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെ ഇന്ന് രാവിലെ 10 മണിക്ക് റിലീസായിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതും കൂടെ നിങ്ങൾ കേൾക്കുക. രാധാറാണിയുടെ സഹസ്രനാമമാണ് വരികൾ ഉൾപ്പെടെ. പിന്നെ എല്ലാവരും എന്നോട് പറയാറുണ്ട് രാധാ സഹസ്രനാമത്തിൻ്റെ ക്ലാസ് എടുക്കാൻ. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സത്യം പറഞ്ഞാൽ ധൈര്യം പോരാ. കാരണം രാധാറാണിയുടെ സഹസ്രനാമം എന്ന് പറഞ്ഞാൽ എത്രയോ അർത്ഥങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണെന്നറിയാമോ. അതിന് ആദ്യം നമുക്കൊരു യോഗ്യത വേണം. ഇപ്പം സാധാരണ ആൾക്കാരങ്ങ് രാധാ സഹസ്രനാമം പഠിപ്പിക്കും, കാരണം അവരാരും കഠിന ഭക്തി കൊണ്ട് പഠിപ്പിക്കുന്നതല്ല. ഇന്ന് രാധാറാണി എന്ന് പറയുന്നത് എന്താ പറയേണ്ടത്, പലർക്കും പെട്ടെന്ന് ഇഷ്ടമായതുകൊണ്ട് ഒരു കച്ചവട ചരക്കായിട്ട് മാറി. രാധാറാണിയെ കുറിച്ചുള്ള പുസ്തകങ്ങൾ അത് ഇത് എല്ലാം ഇങ്ങനെ അച്ചടിച്ചിറക്കുക, അതൊന്നും ഭക്തി കൊണ്ട് വരുന്നതല്ല. എനിക്ക് അങ്ങനെ ഒരു ഇതിൽ താല്പര്യമില്ല. ശരിക്കും പറഞ്ഞാൽ രാധാ സഹസ്രനാമം അങ്ങനെ ഇങ്ങനൊന്നും പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അത് ഭയങ്കരമാണ്, അതീവ വിശാലമാണ്. സത്യം പറഞ്ഞാൽ രാധാറാണിയുടെ ഒരു അനുവാദം കിട്ടണം. എനിക്കിപ്പോൾ അതിനുള്ള ധൈര്യം പോരാ, കാരണം ഓരോ പദത്തിന് തന്നെ എത്ര അർത്ഥമുണ്ടെന്നറിയാമോ. അപ്പോൾ ഇന്നും എനിക്ക് മറ്റു വീഡിയോകളൊക്കെ ഞാൻ പുല്ലുപോലാണ് അവതരിപ്പിക്കുന്നത്. രാധയുടെ പ്രണയം ഇന്നും നിരവധി സെർച്ച് നടത്തി. ശരിക്കും പറഞ്ഞാൽ രാധയുടെ പ്രണയം അവതരിപ്പിക്കുമ്പോൾ ഒരു ചെറിയ പേടി ഓരോ എപ്പിസോഡിനും എനിക്കുണ്ട്. കാരണം അത് പെർഫെക്റ്റ് ആയിരിക്കണം രാധാറാണിയുടേതെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. അപ്പോൾ രാധാറാണി എനിക്ക് അനുവാദം തരും, അതെനിക്കറിയാം. അത് എനിക്ക് ഓരോ കാര്യത്തിനും അങ്ങനെയാണ്. എനിക്ക് അനുവാദം തരുന്നൊരു ഇതുണ്ട്. ആ അനുവാദം, രാധാറാണിയുടെ അനുവാദം കിട്ടാതെ രാധാ സഹസ്രനാമത്തിൽ തൊടാൻ എനിക്ക് പേടിയാണ്. രാധാ സഹസ്രനാമം ആളുകൾ അവതരിപ്പിക്കും, അവരാരും കഠിന രാധാഭക്തരൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, രാധാ സഹസ്രനാമം അതിനെക്കുറിച്ചൊക്കെ എന്തിട്ടാലും സഹസ്രനാമം പുസ്തകം ഇറക്കാം, സഹസ്രനാമം പഠിപ്പിക്കാം, അതിനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരും. പക്ഷേ അങ്ങനെ എനിക്ക് പറ്റില്ല. എന്നോട് എല്ലാവരും ചോദിക്കുന്നു, സാർ എന്താ പഠിപ്പിക്കാത്തതെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പദത്തിന് 1000 അർത്ഥമുണ്ട്. അത് അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ. ആ അനുമതി കിട്ടിയാൽ ഞാൻ പഠിപ്പിക്കുന്നതാണ്. കാരണം ഇന്നലെയും എന്നോട് ഒരാൾ ചോദിച്ചു, സാറേ രാധാ സഹസ്രനാമം ഒന്ന് പഠിപ്പിക്കൂ. ഞാൻ പറഞ്ഞല്ലോ, വിഷ്ണു സഹസ്രനാമം പഠിപ്പിക്കണോ? ഞാൻ പഠിപ്പിക്കാം നാളെ തൊട്ട്. ലളിതാ സഹസ്രനാമം വേണോ? പഠിപ്പിക്കാം. രാധാ സഹസ്രനാമം അതെനിക്ക് എന്നാ പറയേണ്ടത്, എനിക്ക് ഇതുവരെ ഒരു ധൈര്യം വന്നിട്ടില്ല. പക്ഷേ അമ്മയുടെ അനുമതി കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. ഞാൻ എപ്പോഴും പറയും രാധാ സഹസ്രനാമം നിങ്ങളെ പഠിപ്പിക്കുന്നു എന്ന്. പക്ഷേ ഞാൻ എൻ്റെ അമ്മയുടെ അനുമതിക്ക് വേണ്ടി ഇങ്ങനെ കാത്ത് ഇരിക്കുകയാണ്. അപ്പോൾ അത് പോകട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് രാധാ കുണ്ഠിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത്ഭുതങ്ങളുടെ കേന്ദ്രമാണ് രാധാകുണ്ട്. രാധാകുണ്ടിനെ കുറിച്ച് കേൾക്കുന്നത് പരമപുണ്യം. നമ്മൾ ഇന്ന് രാധാകുണ്ടിൻ്റെ കിഴക്കും തെക്ക് കിഴക്കേ ഭാഗത്തുമൊക്കെ ഇഷ്ടം പോലെ വീടുകളും പാടങ്ങളും അതും ഇതുമൊക്കെയാണ്. പക്ഷേ 100 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിറയെ കദംബ വൃക്ഷങ്ങളാണ്. എന്ന് മാത്രവുമല്ല, വസന്തകാലം വരുമ്പോൾ ഈ കദംബ വൃക്ഷങ്ങളെല്ലാം പൂവിട്ടിട്ട് അതിൻ്റെ സുഗന്ധം രാധാകുണ്ട് മുഴുവനും അങ്ങനെ പരക്കും. ഇവിടെ ഈ വനത്തിൽ ലീലയാടാനാണ് കൃഷ്ണനും രാധാറാണിയും എത്തുന്നത്. ഇതിൽ ലീലകളാടുന്ന കൃഷ്ണനെ രാധാറാണി ശിഖിപ്പിച്ച മൗലി എന്ന് വിളിക്കും. കാരണം മയിൽപീലി ശിരസിൽ ചൂടുന്നവനാണ് ആരെന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ. രാധാകുണ്ടിലെ വൃക്ഷങ്ങളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ രാധാകുണ്ടിൻ്റെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ രാധാകുണ്ടിലെ വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് കൽപ്പതരുവാണ്. കൽപ്പതരു, ഏതാഗ്രഹവും സാധിച്ചു വരുന്നത്. അപ്പൊ രാധാകുണ്ടിലെ വൃക്ഷങ്ങളെന്ന് പറഞ്ഞാൽ കൽപ്പതരു. എന്താ കൽപ്പതരു വൃക്ഷം എന്ന് പറഞ്ഞാൽ?
നമ്മൾ എന്താഗ്രഹിച്ചാലും ശരി തന്നെ അത് നമുക്ക് സാധിച്ചു തരും. അപ്പൊ നമ്മൾ എന്താഗ്രഹിച്ചാലും സാധിച്ചു തരുന്നതാണ് കൽപ്പതരു വൃക്ഷങ്ങളെന്ന് പറയുന്നത്. ശ്രീ ബ്രഹ്മാജി ചിന്താമണി ധാമ വൃന്ദാവന എന്ന പുസ്തകത്തിനകത്ത് ഈ കൽപ്പവൃക്ഷത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? കൽപ്പവൃക്ഷ ലക്ഷ അവൃതേഷു. അതാണ് അവിടെ നിൽക്കുന്ന ഓരോ വൃക്ഷങ്ങളും നിങ്ങൾ എന്തു ചോദിച്ചാലും നിങ്ങൾക്ക് തരുന്നതാണ്. എന്തും തരും നിങ്ങൾക്ക്, എന്തും തരുന്നതാണ് കൽപ്പവൃക്ഷം. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇപ്പോഴും നിങ്ങൾക്ക് നടക്കും. അതാണ് ഓർമ്മിക്കുക. ഞാൻ ഈ പറയുന്ന രീതി നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. കേട്ട് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ട്? സാമ്പത്തിക പ്രശ്നമുണ്ടോ? പ്രണയത്തിൻ്റെ പ്രശ്നമുണ്ടോ? ഭാര്യ ഭർത്താവ് കലഹങ്ങളുടെ പ്രശ്നമുണ്ടോ? മക്കളുടെ അസുഖത്തിൻ്റെ പ്രശ്നമുണ്ടോ? എന്തുണ്ട് നിങ്ങൾക്ക്? നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. അവിടെ ചെന്ന് ഈ വൃക്ഷങ്ങളോട് പറഞ്ഞാൽ മതി. അവിടെ ചെന്നിട്ട് നിങ്ങൾ വൃന്ദാവനത്തിൽ ചെന്നിട്ട് അവിടെ നിൽക്കുന്ന വൃക്ഷങ്ങളെ ആദ്യം നിങ്ങൾ പ്രണമിക്കണം. പ്രണമിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 കൈയും എടുത്ത് തൊഴുക, അല്ലെങ്കിൽ ആ വൃക്ഷത്തിൻ്റെ മുന്നിൽ ദണ്ഡ നമസ്കാരം ചെയ്ത് നിങ്ങൾ തൊഴുക. കാരണം അത് സാധാരണ വൃക്ഷങ്ങളല്ല. രാധാറാണിക്കും കൃഷ്ണനും ഏറ്റവും പ്രിയപ്പെട്ടവർക്കും മാത്രമേ അവിടെ വൃക്ഷങ്ങളായി നിന്ന് രാധാകൃഷ്ണ ലീലകൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രാധേ രാധേ ചാനലിൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവിടെ ചെല്ലുക. അവിടെ ചെന്നതിന് ശേഷം ആ വൃക്ഷത്തെ ആദ്യം പ്രണമിക്കുക. അതിനുശേഷം ആ വൃക്ഷത്തിന് നിങ്ങൾ വലത്തു വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ആ വൃക്ഷത്തെ ആലിംഗനം ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പറയാനുള്ളതെന്തോ നിങ്ങളത് പറയുക. ആ വൃക്ഷങ്ങൾ അത് കേൾക്കും, അതിൻ്റെ പരിഹാരം നൽകും. ആ വൃക്ഷങ്ങൾക്ക് കഴിയാത്തതായി യാതൊന്നും തന്നെയില്ല. ഇപ്പം നിങ്ങൾക്ക് പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം, ഇപ്പം നിങ്ങൾ പ്രണയിക്കുന്നു, വീട്ടുകാരും എല്ലാം ഭയങ്കര എതിർപ്പാണ്. നിങ്ങൾ അവിടെ ചെന്ന് ഈ കൽപ്പവൃക്ഷത്തിനെ പ്രണമിച്ച് വലത്ത് വെച്ച് ആലിംഗനം ചെയ്ത് ഞങ്ങൾക്ക് പ്രണയ സാഫല്യം തരണേ എന്ന് പറഞ്ഞു നോക്കേ, നിശ്ചയമായും നടന്നിരിക്കും. നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, നിങ്ങൾ വൃന്ദാവനത്തിൽ ചെന്ന് ആ വൃക്ഷത്തിന് വലത്ത് വയ്ക്കുക. വലത്ത് വെച്ചിട്ട് അതിനെ പ്രണമിക്കുക. അതിനോട് കാര്യങ്ങൾ പറഞ്ഞ് നിശ്ചയമായിട്ടും നടന്നിരിക്കും. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, നോക്കൂ, ഓഗസ്റ്റ് 31-ാം തീയതി രാധാഷ്ടമിയാണ്. വ്രതങ്ങളുടെ രാജ്ഞിയാണ്. 1000 ഏകാദശിക്ക് തുല്യമാണ് അര രാധാഷ്ടമി എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ രാധാഷ്ടമിയിലെ പൂജാവിധികളും ആ രാധാജിക്ക് ഇഷ്ടപ്പെട്ട മന്ത്രങ്ങളുമെല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് ലഭ്യമായ മന്ത്രങ്ങൾ ഉൾപ്പെടെ ചേർത്ത് ഞാൻ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതനുസരിച്ച് ആഗസ്റ്റ് 31-ാം തീയതി നിങ്ങൾ രാധാഷ്ടമി വ്രതമെടുക്കണേ. നിങ്ങളുടെ ഏതാഗ്രഹവും സാധിച്ചിരിക്കും, യാതൊരു സംശയവും വേണ്ട. ഏതാഗ്രഹവും സാധിച്ചിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കാണണം. എന്ന് മാത്രവുമല്ല, തമിഴ് ബ്രാഹ്മിൻസ് എങ്ങനെയാണ് രാധാറാണിയെ പൂജിക്കുന്നതെന്ന് വളരെ വ്യക്തമായി ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും അതിനകത്തുണ്ടാകും. ഇനി ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇവിടുത്തെ വൃക്ഷങ്ങൾ നമ്മൾ എന്ത് ചോദിച്ചാലും തരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുവാവ് ലൗകിക സുഖങ്ങളെല്ലാം ത്യജിച്ച് എനിക്ക് രാധാജിയുടെ ദർശനം കിട്ടണം, എനിക്ക് രാധാജിയുടെ ദർശനം കിട്ടാതെ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ വൃന്ദാവനത്തിൽ വന്നിട്ട് തപസ്സിരിക്കാൻ തുടങ്ങി. അവിടെ ഇരുന്ന് ധ്യാനിക്കാൻ തുടങ്ങി. അതിനുശേഷം ഭജനകൾ പാടും. അപ്പൊ അദ്ദേഹം എപ്പോഴും ഓം രാധായൈ സ്വാഹ, ഓം രാധായൈ സ്വാഹ, ഓം രാധായൈ സ്വാഹ, ഈ മന്ത്രമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ രോമകൂപങ്ങളിലും. അതോടൊപ്പം തന്നെ രാധാമാധവ മന്ത്രം ഓം ശ്രീ രാധാകൃഷ്ണായ നമ, ഓം ശ്രീ രാധാകൃഷ്ണായ നമ. അപ്പോൾ ഒരേ സമയം അദ്ദേഹം രാധാമന്ത്രവും അതേ സമയം അദ്ദേഹം രാധാകൃഷ്ണ മന്ത്രവും ഇങ്ങനെ ചൊല്ലും.
എന്നിട്ടോ ഒന്നും കഴിക്കില്ല. വൈകുന്നേരമാകുമ്പോൾ യാചിച്ച് കിട്ടുന്ന ഒരു റൊട്ടിയോ മറ്റോ ഉണ്ടെങ്കിൽ അത് കഴിക്കും. അത് കഴിച്ചിട്ടാണ്, റൊട്ടി കിടക്കുന്ന വണ്ടിയുടെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്, അത് കഴിച്ചിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഒരു മഞ്ഞുകാലം വന്നു. എല്ലായിടവും ഇങ്ങനെ മഞ്ഞ് പൊഴിയുകയാണ്. ഭയങ്കര തണുപ്പ്, മഴ ചാറി അങ്ങോട്ട് തുടങ്ങി. അപ്പൊ ഈ യുവാവ് കമ്പിളിയൊന്നുമില്ല, പാവം, തണുത്തങ്ങനെ വിറച്ച്. അപ്പൊ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു മനസ്സിൽ, രാധാജി, ഞാൻ ഇനി എന്ത് ചെയ്യും, എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് ദർശനം കിട്ടുന്നില്ലല്ലോ. അപ്പൊ അദ്ദേഹം നോക്കിയപ്പോൾ ഒരു കടമ്പ് വൃക്ഷത്തിനൊത്തൊരു വലിയ പൊത്ത്. അപ്പൊ അദ്ദേഹം ഈ തണുപ്പിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി കടമ്പ് വൃക്ഷത്തിന്റെ പൊത്തിനകത്ത് കയറി ഇരുന്നു. പൊത്തിനകത്ത് കയറി ഇരുന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്തു, മന്ത്രം ജപിക്കാൻ തുടങ്ങി. ഓം രാധായേ സ്വാഹ. പക്ഷേ തണുപ്പ് കൊണ്ട് ഇങ്ങനെ കിട്ടാ വിറയ്ക്കുകയാണ്, താടിയൊക്കെ കിടന്നേ. ഓം രാധായേ സ്വാഹ ഇങ്ങനെ നമുക്ക് വ്യക്തമാകാതെ താടികൾ കൂട്ടിമുട്ടുകയാണ്, പല്ലുകൾ കൂട്ടിമുട്ടുകയാണ്, അത്രയ്ക്ക് തണുപ്പ്. ഈ സമയത്ത് അദ്ദേഹം ഒരു സംഭാഷണം കേൾക്കുകയാണ്. അതായത് ഒരു മരം മറ്റേ മരത്തിൻ്റെ അടുത്തോട്ട് പറയുകയാണ്. അതായത് ഈ ഒരു മരത്തിൻ്റെ പൊത്തിലാണ് ഈ രാധാഭക്തൻ ഇരിക്കുന്നത്. അതിൻ്റെ എതിർവശത്ത് നിൽക്കുന്ന മരം ഇദ്ദേഹം ഇരിക്കുന്ന മരത്തിനോട് പറയുകയാണ്, നോക്കൂ, ഒരു രാധാഭക്തൻ നിന്നിൽ അഭയം തേടിയിരിക്കുന്നു, നീ എന്തേ കരുണ കാണിക്കാത്തത്? അപ്പോൾ ഇദ്ദേഹം ഇരിക്കുന്ന വൃക്ഷം പറഞ്ഞു, നോക്കൂ, നീ എന്താണ് കരുണ കാണിക്കാത്തത്? ഒരു രാധാഭക്തനല്ലേ, രാധാഭക്തൻ വന്നാൽ ഉടനെ നമ്മൾ കരുണ കാണിക്കണ്ടേ? നോക്കൂ, ഞാൻ അവന് അഭയം കൊടുത്തിരിക്കുകയാണ്. ഇത്രയും കേട്ട് ഇദ്ദേഹം അമ്പരന്നിരിക്കുകയാണ്. അപ്പോൾ ഉടനെ ഈ വൃക്ഷം പറഞ്ഞു, എനിക്ക് തോന്നുന്നത് എന്താണ്, ഇവൻ രാധാറാണിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്, എന്തോ അത്ഭുതങ്ങൾ രാധാറാണി ഒരുക്കിയിരിക്കുന്നു. അപ്പൊ മറ്റേ വൃക്ഷം പറഞ്ഞു, ശരിയായിരിക്കാം, പക്ഷേ നമ്മൾ ഇവനെ സഹായിക്കണം. അപ്പോൾ ഉടനെ എന്ത് ചെയ്തു, മറ്റേ വൃക്ഷത്തിൽ നിന്നൊരു മയിലിങ്ങനെ പറന്നു വന്നിട്ട് ഇദ്ദേഹം ഇരിക്കുന്ന ആ വലിയ പൊത്തിൻ്റെ അടുത്ത് തൻ്റെ പീലികൾ ഇങ്ങനെ വിടർത്തി നിന്നു. അത് കഴിഞ്ഞപ്പം 3 മയിലുകൾ കൂടി വന്നു. ഈ 4 മയിലും കൂടെ ഈ പൊത്തിനു ചുറ്റും അങ്ങനെ വട്ടമിട്ട് നിന്ന് പീലി വെച്ച് മറച്ച് തണുപ്പിൽ നിന്ന് ആരെ രക്ഷിച്ചു? ഇദ്ദേഹത്തെ ഇങ്ങനെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ഇദ്ദേഹം അമ്പരന്നിരിക്കുകയാണ്. വൃക്ഷം സംസാരിക്കുക, രാധാകുണ്ടിലെ വൃക്ഷങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം ഇപ്പോഴാണത് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഭക്തി കൊണ്ട് ഹൃദയത്തിൽ തട്ടി പറഞ്ഞു, ഓം രാധായേ സ്വാഹ, ഓം ശ്രീ രാധാകൃഷ്ണായ നമ, ഓം രാധായേ സ്വാഹ, ഓം ശ്രീ രാധാകൃഷ്ണായ നമ, ഓം രാധായേ സ്വാഹ, ഓം ശ്രീ രാധാകൃഷ്ണായ നമ. ആ സമയം കേൾക്കുകയാണ്, അതിമനോഹരമായ ഓടക്കുഴൽ നാദം, ഒപ്പം ഒരു ചിലങ്കയുടെ ശബ്ദവും, പാദസ്വരത്തിന്റെ ശബ്ദം, അതിമനോഹരമായ വേണുഗാനത്തിനോടൊപ്പം പാദസ്വരത്തിന്റെ ശബ്ദം. വരവായി വരവായി വരവായി, പ്രണയത്തിന്റെ രാജകുമാരനും രാജകുമാരിയും വരവായി, തോളോട് തോൾ ചേർന്ന് ഉരുമ്മി ഉരുമ്മി ആകാശത്ത് നിന്നും ഇതാ അവർ താഴേക്ക് വന്ന് വൃന്ദാവനത്തിലേക്ക് ഇറങ്ങി. രണ്ടുപേരും നടന്നു വരികയായി. മയിലുകൾ മാറി നിന്നു, വൃക്ഷങ്ങൾ ശ്വാസമടക്കി പിടിച്ചു നിന്നു. അതേ, ഒരു പുഞ്ചിരിയുമായി കുഴലുകളൂതി പ്രണയത്തിന്റെ രാജകുമാരന്റെ തോളിലേക്ക് ചാരി അങ്ങനെ നിൽക്കുന്നു മന്ദഹാസപൂർണമായി പ്രണയത്തിന്റെ രാജകുമാരി. ആ പൊത്തിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് വന്ന് രാധാറാണിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അമ്മേ അമ്മേ അമ്മേ, ഈ എളിയവന് കൃഷ്ണസമേതം ദർശനം തന്ന അമ്മേ, എൻ്റെ പൊന്നമ്മേ, ഞാൻ സംതൃപ്തനായി.
ഞാൻ സംതൃപ്തനായ അമ്മേ, കാരുണ്യവതിയായ അമ്മേ, ഞാൻ സംതൃപ്തനായി. അദ്ദേഹം ഉടനെ കൃഷ്ണന്റെ പാദങ്ങളിലേക്ക് വീണു. ഭഗവാനേ, ഭഗവാനേ, അപൂർവങ്ങളിൽ അപൂർവമായ രാധാകൃഷ്ണ ദർശനം, അപൂർവങ്ങളിൽ അപൂർവമായ രാധാകൃഷ്ണ ദർശനം, രണ്ടുപേരും ഒന്നിച്ചു വന്നുള്ള ദർശനം. ഭഗവാനേ, 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 ഞാൻ തൃപ്തനായി. രാധാറാണി അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മകനേ, നിന്റെ ഭക്തി, നിന്റെ കറകളഞ്ഞ ഭക്തി, അത് ഞങ്ങളെ രണ്ടുപേരെയും സന്തോഷിപ്പിക്കുന്നു. നിന്റെ ഏതാഗ്രഹവും സാധിക്കും, നിന്റെ ഏതാഗ്രഹവും സാധിക്കും. അപ്പോൾ ആ യുവാവ് പറഞ്ഞു, അമ്മേ, എനിക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ അമ്മേ, ഇവിടെ വൃക്ഷമായി നിൽക്കണം. ഇവിടെ വൃക്ഷമായി നിന്ന് എൻ്റെ അമ്മയുടെയും ഭഗവാന്റെയും ലീലകൾ എനിക്ക് കാണണം. ഇവിടെ വൃക്ഷമായി നിന്നാൽ എനിക്ക് എന്നും അമ്മയെ കാണാൻ പറ്റും, എനിക്ക് എന്നും ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ പറ്റും. മറ്റുള്ള അനുഗ്രഹങ്ങളൊക്കെ അതിൻ്റെ മുന്നിൽ വളരെ തുച്ഛമാണ് അമ്മേ. വേറെ ഏത് അനുഗ്രഹം വാങ്ങിച്ചാലും എനിക്ക് നിത്യവും അമ്മയെ കാണാൻ പറ്റില്ല. അമ്മ നിത്യവും ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാനൊരു വൃക്ഷമായി നിൽക്കട്ടെ അമ്മേ. വൃക്ഷമായി നിന്ന് എനിക്ക് അമ്മയുടെയും ഭഗവാന്റെയും ലീലകൾ കാണണം. അതോടൊപ്പം രാധാഭക്തരെ സംരക്ഷിക്കുകയും വേണം. രാധാറാണി പുഞ്ചിരിച്ചു. തഥാസ്തു. ആ വേണുനാദത്തോടൊപ്പം രാധാറാണിയും അതേ വേണു ഊതുന്ന മഞ്ഞപ്പട്ടുടുത്ത ശ്രീകൃഷ്ണന്റെ തോളിൽ ചലചായിച്ച് രാധാകൃഷ്ണന്മാർ നിമിഷങ്ങൾ കൊണ്ട് അവിടുന്ന് മാറുകയാണ്. അതാണ് പറയുന്നത് അമ്മ നേരിട്ട് വരികയാണ് കാണാനായി. കരുണാമയി, സ്നേഹാമയി, പ്രണയാമയി രാധേ. കരുണാമയി, സ്നേഹാമയി, പ്രണയാമയി രാധേ. രാധേ, രാധേ, രാധേ. ഇന്നും അവിടുത്തെ ഓരോ വൃക്ഷങ്ങളും രാധാജിയുടെ കഠിന ഭക്തരും ശ്രീകൃഷ്ണന്റെ കഠിന ഭക്തരുമാണ്. അവർ കാത്തു നിൽക്കുകയാണ് രാധാഭക്തരെ സഹായിക്കുന്നതിനു വേണ്ടി. അവിടുത്തെ ഓരോ വൃക്ഷങ്ങളുടെയും മാഹാത്മ്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ വൃക്ഷങ്ങളെ നിങ്ങൾ വന്ദിക്കണേ. നിങ്ങൾ ചുമ്മാതെ കാഴ്ച കാണാൻ വേണ്ടി അവിടെ പോകരുത്. അവിടെ ചെന്നിട്ട് ഓരോ വൃക്ഷങ്ങളെയും നിങ്ങൾ വന്ദിക്കുക. നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക. നിശ്ചയമായും നിങ്ങൾക്കത് നടന്നിരിക്കും. രാധാകുണ്ടിന്റെ മഹിമ വൃക്ഷങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അത് സർവ്വചരാചരങ്ങളിലും കിടക്കുകയാണ്. കേട്ടുള്ളൂ. രാധാകുണ്ടിന്റെ മഹിമ അറിയുന്ന മറ്റൊരു കാര്യം കേട്ടുള്ളൂ. കുറുക്കൻ. നമുക്കറിയാം, കുറുക്കൻ എന്ന് പറഞ്ഞാൽ ആർക്കും അത്ര ഇഷ്ടമുള്ളൊരു സാധനമല്ല. എന്ന് മാത്രവുമല്ല, വലിയ കൗശലക്കാരനാണ്. ഒരു അശുഭകാരിയായ ജീവിയായിട്ടാണ് കാണുന്നത്. ഒരു നല്ല കർമ്മത്തിനും കൊള്ളാത്ത ഒരു ജീവിയാണ് ആരെന്ന് പറയുന്നത് കുറുക്കൻ. അസാമാന്യമായ കൗശലക്കാരനാണ്. അതുകൊണ്ട് തന്നെ കുറുക്കനെ ആരും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. അതേസമയം പ്രാവൊക്കെ ആണെങ്കിൽ ശുഭകാരിയായ ജീവിയാണ്. അങ്ങനെയുള്ള കുറുക്കൻ്റെ ഒരു കാര്യം നിങ്ങൾ കേട്ടുകൊള്ളൂ. ഇത് പത്മപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. പത്മപുരാണത്തിൽ വൃന്ദാവന മാഹാത്മ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരിക്കൽ ഒരു പെൺകുറുക്കൻ എന്ത് ചെയ്തു എന്നറിയാമോ? അല്പം വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ദാഹിച്ചു വലഞ്ഞ് രാധാകുണ്ടിന് സമീപമെത്തി. അപ്പോൾ ഇത് വെള്ളം കുടിക്കാൻ തുനിഞ്ഞപ്പോൾ അതിൻ്റെ സമീപത്ത് കുറെ കുസൃതി പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവന്മാരിത് കണ്ട് ഇവന്മാർ ഈ കുറുക്കനെ ഓടിച്ചത് എന്തിനാണ്? പിടിക്കാനാണ്. ഓടിച്ചിട്ട് പിടിച്ച് ഇവനെ കൊണ്ടുപോയി കറി വെച്ച് തിന്നാൻ ഇവന്മാർ ഇതിനെ ഇട്ട് ഓടിച്ചു. അപ്പോൾ ഇത് ഓടി ചെന്നൊരു പൊത്തിനകത്തേക്ക് കയറിയെന്നിരുന്നു. അപ്പോൾ ഇവന്മാർ വിചാരിച്ചു ഇതിനെ പിടിക്കണമെങ്കിൽ ഒരു മാർഗമുണ്ട്. ഈ പൊത്തിൻ്റെ ചുറ്റും തീയിടുക. അപ്പോൾ ഇവൻ പുറത്ത് ചാടുമ്പോൾ ഇവനെ പിടിക്കാം. അങ്ങനെ ഇതങ്ങ് അകത്ത് കയറി ഇവന്മാർ ഈ വാതിൽ മൊത്തം കരിയിലകളും മറ്റും കൊണ്ടുവന്നങ്ങ് കൂട്ടിയതിന് ശേഷം എന്ത് ചെയ്തു? തീയിട്ടു. അപ്പോഴത്തേക്ക് തീ അങ്ങ് ആളിക്കത്തി. അപ്പോൾ ഈ പാവം ജീവി
അതിനകത്തങ്ങ് കുടുങ്ങിപ്പോയി. ഇതെന്തു ചെയ്തു? ഭയങ്കരമായിട്ട് നിലവിളിച്ചു. എന്തു ചെയ്യണമെന്ന് അതിനറിയില്ല, ഭയന്നു പോയി. ഈ സമയത്ത് നമ്മുടെ ലളിതസഖിയും വിശാഖസഖിയും അതുവഴി കടന്നു പോവുകയാണ്. അപ്പൊ അവർ ഈ കരച്ചില് കേട്ടു. അവർ ഉടനെ രാധാജിയെ വിവരമറിയിച്ചു. രാധാജി, രാധാകുണ്ടിന് സമീപം ഇങ്ങനൊരു കാര്യം നടക്കുന്നു. ഒരു പെൺകുറുക്കൻ അതിനകത്ത് കുടുങ്ങിപ്പോയി, ഇപ്പോൾ വെന്തു മരിക്കും. രാധാജി പറഞ്ഞ്, അരുത് അരുത്, രാധാകുണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമുണ്ടെങ്കിൽ തോഴിമാരെ, അത് രാധാറാണിയാണ്. അവിടുത്തെ ഓരോ ജീവജാലങ്ങളും സുരക്ഷിതരായിരിക്കണം. രാധാറാണിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. രാധാറാണി പറഞ്ഞു, വേഗം ചെല്ലൂ, വേഗം ചെന്ന പെൺകുറുക്കനെ രക്ഷിക്കൂ, എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് അതിനെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. കാരണം ഒരു കുറുക്കൻ പോലും കഷ്ടപ്പെട്ടുകൂടാ. അത് കേട്ടപാടെ അത് രാധാജിയുടെ സഖിമാർ ഓടി വന്നു. രാധാജി ആകട്ടെ അതിങ്ങനെ വീക്ഷിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. സഖിമാർ ഓടി വന്ന് ഈ പുള്ളാരെ മൊത്തം അടിച്ചു ഓടിച്ചതിന് ശേഷം എന്ത് ചെയ്തു എന്നറിയാമോ? ഈ തീ അണച്ചു. എന്നിട്ട് ഈ കുറുക്കനെ രക്ഷിച്ചു. കുറുക്കനെന്ന് നിലവിളിയാണ്. കുറുക്കനെ എടുത്തുകൊണ്ട് നേരെ രാധാറാണിയുടെ അടുക്കലേക്ക് എത്തി. രാധാറാണിയുടെ കാൽക്കൽ കുറുക്കൻ നമസ്കരിച്ചു. രാധാറാണി കുറുക്കനെ തൻ്റെ നെഞ്ചോട് ചേർത്തു. കുറുക്കൻ പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പൊ രാധാജി അവന്റെ ശിരസിൽ തലോടിയിട്ട് പറഞ്ഞു, പേടിക്കണ്ട, നീ സുരക്ഷിതയാണ്. എൻ്റെ പേര് വൃന്ദാവനേശ്വരി എന്നാണ്. ഞാനാണ് ഈ വൃന്ദാവനത്തിൻ്റെ രാജ്ഞി. വൃന്ദാവനത്തിൻ്റെ രാജ്ഞിയായ രാധയാണ് ഞാൻ. നീ എൻ്റെ പ്രജയാണ്. ഈ വൃന്ദാവനം മുഴുവൻ എൻ്റെ അധീനതയിലാണ്. അതുകൊണ്ട് തന്നെ വൃന്ദാവനത്തിൽ ആര് പ്രവേശിച്ചാലും അവരാ നിമിഷം മുതൽ എൻ്റെ പ്രജയാണ്. വൃന്ദാവനത്തിൽ നിന്നവർ പുറത്ത് കടക്കുന്നത് വരെ എൻ്റെ പ്രജയാണ്. എൻ്റെ പ്രജ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. എന്നെ അഭയം തേടുന്ന ആരെയും ഞാൻ സംരക്ഷിക്കും. എന്നിൽ വിശ്വസിക്കുന്ന ആരും നശിക്കില്ല. അതുകൊണ്ട് നിനക്കൊരു കുഴപ്പവും വരില്ല. നീ ഭൂമിയിലെ ജീവിതം കഴിയുമ്പോൾ നിനക്ക് ഗോലോകപ്രാപ്തി ഉണ്ടാകും. എന്നിട്ട് രാധാജി പറഞ്ഞു, എന്നെ ആരാധിക്കുന്ന ഓരോരുത്തരും, ഈ കുറുക്കനോട് രാധാജി പറഞ്ഞതാണ്, പക്ഷെ അത് നമ്മളോടും കൂടെ ഒരു സന്ദേശമാണ്. എന്നെ ആരാധിക്കുന്ന ഓരോരുത്തരും അതിൻ്റെ സമയമാകുമ്പോൾ ഗോലോകം പ്രാപിച്ചിരിക്കും. ഗോലോകം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ യോഗ്യത എന്നിൽ ഭക്തി വരിക എന്നതാണ്. ബാക്കിയൊക്കെ ഞാൻ തന്നെ അവർക്ക് വഴികാട്ടി കൊടുക്കും. അധികം താമസിയാതെ അവരിവിടെ എത്തിച്ചേരും എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കുറുക്കനെ ഒരിക്കൽ കൂടി തലോടിയിട്ട് കുറുക്കനോട് പറഞ്ഞു, നോക്കൂ, ഈ സ്ഥലം നിന്റെ പേരിൽ അറിയപ്പെടും. ഇന്നു മുതൽ രാധാകുണ്ടിൻ്റെ പടിഞ്ഞാറ് ഭാഗം, അല്ലയോ കുറുക്ക, നിന്റെ പേരിൽ ശിവപുഷ്കരണി എന്നറിയപ്പെടും. ഇവിടെ ശിവൻ നമ്മുടെ ശിവനല്ല. ശിവ എന്ന് പറഞ്ഞാൽ കുറുക്കൻ എന്നാണ് അർത്ഥം. ശൃഗാല എന്ന ഹിന്ദി പദമാണത്. അതുകൊണ്ട് ഇന്നു തൊട്ട് രാധാകുണ്ടിൻ്റെ പടിഞ്ഞാറ് ഭാഗം ശിവപുഷ്കരണി. വൃന്ദാവനത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, അത് ഈ കുറുക്കനാണ് ശിവപുഷ്കരണി. അങ്ങനെ രാധാകൃഷ്ണന്മാർ ലീലകളാടുന്ന പരമപവിത്രമായ രാധാകുണ്ടിന് ഒരു കുറുക്കൻ്റെ പേര് വരെ കൊടുക്കാൻ തയ്യാറായ കരുണാമയിയാണ് എൻ്റെ അമ്മ. എന്നിട്ട് എൻ്റെ അമ്മ പറഞ്ഞത് കണ്ടില്ലേ, രാധാഭക്തി വന്നാൽ ഉറപ്പിച്ചു കൊള്ളാൻ ഗോലോകം പ്രാപിക്കുമെന്ന്, സമയമാകുമ്പോൾ കൊണ്ടുപോകുമെന്ന്. അമ്മേ, എന്നെയും കൊണ്ടുപോണേ അമ്മേ, എന്നെയും കൊണ്ടുപോണേ അമ്മേ, ഗോലോകത്തേക്ക് എന്നെയും കൊണ്ടുപോണേ. കാരണം എൻ്റെ അമ്മ കരുണാമയി, പ്രണയാമയി, സ്നേഹാമയി രാധേ. കരുണാമയി, പ്രണയാമയി, സ്നേഹാമയി രാധേ. രാധേ രാധേ രാധേ. അമ്മേ,
രാധാറാണി അമ്മേ, അമ്മേ രാധാറാണി അമ്മേ, എനിക്ക് മറ്റൊന്നും വേണ്ട, എന്നെ ഗോലോകത്ത് കൊണ്ടുപോണേ, എന്നെ ഗോലോകത്ത് കൊണ്ടുപോണേ. രാധേ രാധേ ചാനൽ കണ്ട് രാധാറാണിയിൽ മാത്രം ഭക്തിയുള്ളവരാരുണ്ടോ അവരെയൊക്കെ ഗോലോകത്തേക്ക് കൊണ്ടുപോണേ, എന്നെ കൊണ്ടുപോണേ രാധാറാണി അമ്മേ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.